ഞാനെങ്ങാനോ തോക്കണെങ്കിൽ അയ്യോ ജയിക്കും. അതെങ്ങനെ അങ്ങനെ വന്ന് തുടങ്ങുക തന്നെ അല്ലേ? എനിക്ക് തോക്കുന്നത് ഭയങ്കര സങ്കടമാണ് കഴിച്ച്, എന്താന്ന് അറിയാൻ പാടില്ല. അതേ ഇവളിതിൽ PhD എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കുന്നു. ഹലോ എവ്രിവൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ചലഞ്ചാണിതാ, റുബിക്സ് ക്യൂബ് ചലഞ്ച്. ഞങ്ങൾ രണ്ടൊരു മാസം വിളിച്ചിരിക്കും. ഓക്കെ, റോണൂട്ടൻ അന്ന് സോൾവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം, ഞങ്ങൾക്കും അറിയാമല്ലോ, എന്നാൽ പിന്നെ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം ആരാദ്യം സോൾവ് ചെയ്യുന്നുള്ളത്. ഞങ്ങളിൽ ആരാണോ ജയിക്കുന്നത് ആ ആൾ ഭാഗ്യവാൻ. തോൽക്കുന്ന ആൾക്കൊരു കുട്ടി പണിഷ്മെൻറ്റ്, കുഞ്ഞു പണിഷ്മെൻറ്റ് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അതറിയുള്ളൂ. ഞാനെങ്ങാനോ തോക്കണമെങ്കിൽ അയ്യോ. ഓക്കെ, എനിവേസ് ഞാൻ തോൽക്കലേ എന്ന പ്രാർത്ഥനയോടെ, ഇവളും തോൽക്കലേ എന്ന പ്രാർത്ഥനയോടെ ജയിക്കും. ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? നന്നായിട്ട് ഇതാ മിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂടെ മിക്സ് ചെയ്തിട്ട് ഏതാണോ എൻ്റെ ലക്കി. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വെയിറ്റ് സ്റ്റോപ്പ് വാച്ച് അല്ലേ? സ്റ്റോപ്പ് വാച്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാവോ എന്തോ? അത് പക്ഷെ ഇല്ല, ബ്ലൂടൂത്ത് ബട്ടണല്ലേ ഉദ്ദേശിച്ചത്, മേടിക്കാൻ. ഓക്കെ, ഉള്ള ബട്ടണൊക്കെ വെച്ചിട്ട് നമുക്ക് ഓൺ ആക്കി ഓഫ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കണോ? ഇങ്ങനെയാണോ വെക്കേണ്ടത്? ഓക്കെ, റെഡി? എൻ്റെ ദൈവമേ, സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വന്ന് തുടങ്ങും. ഓക്കെ, അത് ആരാദ്യം ജയിക്കും എന്നുള്ളതിൻ്റെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. സ്റ്റാർട്ട്. അതെങ്ങനെ അങ്ങനെ വന്ന്? പകുതി സ്റ്റെപ്പ് തീർന്നിരിക്കുവാർന്നോ? ഞാൻ എന്റെ പകുതി ഫിനിഷ് ചെയ്തോളൂ. പറ്റൂല, എനിക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യണം. You never told us what's the punishment. എന്താ പണിഷ്മെന്റ്? നാരങ്ങ നീര് കുടിക്കണം. ഓ ഭാഗ്യം. ഞാൻ ഇഞ്ചി നീരായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനെങ്ങാനും. അതെനിക്ക് കുഴപ്പമില്ല, കാരണം ചുക്ക് പോലെയാ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇഞ്ചി ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇഞ്ചി ഞാൻ അരച്ച് കറിയിൽ ചേർക്കണ ആളാണ്. അത് കടിക്കാൻ പോലും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇഞ്ചി നീര് ഞാൻ ഒഴിവാക്കിയതാണ്. എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട്. നാരങ്ങ നീര് പിന്നെ ഓക്കെ, എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. എനിക്ക് വേണ്ടി ഞാൻ തന്നെ നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തോണ്ട് തന്നെയല്ലേ എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കാൻ. എന്തായാലും ഇത് ഞാൻ സോൾവ് ചെയ്ത് പിന്നെ കാണിക്കുന്നതായിരിക്കും. ഞാൻ പോയി നാരങ്ങ നീര് എടുത്തിട്ട് വരട്ടെ. ഹലോ ഗായ്സ്, ഹൗ ആർ യു? ഇവള് ജയിച്ചു, ഞാൻ പണിഷ്മെന്റ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഇവിടെ കളിച്ചിട്ട് നമുക്ക് കുടിച്ചില്ല കേട്ടോ. ഓക്കെ, ഞങ്ങൾ സ്പീഡ് ക്യൂബ് വെച്ചിട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ തോക്കും, എന്തായാലും വേണ്ടില്ല. ഞാനിത് ഫിനിഷ് ചെയ്തിട്ടേ പക്ഷെ നിർത്തുള്ളൂ കേട്ടോ, ആര് ജയിച്ചാലും. അപ്പോൾ എന്തായാലും തുടങ്ങുക തന്നെ അല്ലേ? നീ തന്നെ ജയിക്കും, എനിക്ക് അറിയാം. ഓക്കെ, സ്റ്റഡി റെഡി, സ്റ്റഡി ഗോ. അയ്യോ, ഞാൻ തിരിച്ചുപോയി. ഞാൻ 2 മിനിറ്റ് 47 സെക്കൻഡ് സ്റ്റിൽ ഇവളാട്ടോ വിൻ ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2 മിനിറ്റ് 18 സെക്കൻഡിൽ ഇവള് വിൻ ചെയ്ത്.
എൻ്റെ ലാസ്റ്റിൽ തിരിഞ്ഞു പോയി ഒത്തിരി. ഇനി എൻ്റെ പോയി, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കളിയിൽ അവള് ജയിച്ചു, ഒരു കളിയിൽ ഞാൻ ജയിച്ചു. This one is so hard to do. You have to practice with this one to do it. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് കളിക്കാം. ഞാൻ ജയിച്ചു. എനിക്ക് തോക്കുന്നത് ഭയങ്കര സങ്കടമാണ് കഴിച്ച്, എന്താന്ന് അറിയാൻ പാടില്ല. പാവന്റെ അനിയത്തി എനിക്ക് എപ്പോഴും തോറ്റാണ്. ശിപ്രാശി തോറ്റാന്നൊന്നല്ല അല്ലേ? അല്ലേ? ഇല്ല, എനിക്ക് തെറ്റിപ്പോയത്, കൂടിപ്പോയി. ഓക്കെ, എന്നാ ആദ്യം തോറ്റത് ഞാനാണല്ലോ അല്ലെ? ആദ്യം തോറ്റ എനിക്ക് ആദ്യത്തെ. അയ്യോ, എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കാൻ പറ്റണേ. നാരങ്ങ നീരാണ് കേട്ടോ. How much are you drinking? എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരിക്കുന്നതാണ്. അയ്യോ, ഇത് എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കാൻ പറ്റൂല. അതെ, ഇവളിതിൽ PhD എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കുന്ന. ഇപ്പൊ എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്, കുടിച്ചു കഴിഞ്ഞിട്ട് ആ ടേസ്റ്റ് വരുന്നത്. But still I was better than you. അല്ലെങ്കിൽ ഇവിടെ എല്ലാത്തിനും ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ചലഞ്ച് വീഡിയോ. ഇത് ചുമ്മാ റോണ് വന്ന് ചെയ്യണ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി ഞങ്ങൾക്കും ചെയ്യണമെന്ന്. കാരണം ഞങ്ങൾക്കും ഇത് അറിയാം. അപ്പോൾ അതുകൊണ്ട് എത്ര മിനിറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇവള് ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു എൻ്റെ അടുത്ത്. ഇങ്ങനെ ഒളിച്ചും പത്തും ഒക്കെ എനിക്ക് ഇൻഫർമേഷൻ തന്നായിരുന്നു. ഇവള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയം. ഞാൻ ആ പടി 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം സൺഡേ, അന്ന് ഞാൻ 3 minutes 40 seconds എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പൊട്ടൂന്ന്. I was slightly smarter because I did it the night. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എന്താ ഭാഗ്യം, ഒരു 2 minutes 40 seconds കിട്ടിയിട്ടാ. എന്നാലും ഇവള് തന്നെ വിൻ ചെയ്തത്. 2 minutes 18 seconds ഇവള് ആദ്യത്തത് ഫിനിഷ് ചെയ്തു. She's very good. She's very smart. My smart sister. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. ബൈ. അടുത്തൊരു ചാലഞ്ചുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ചെറിയൊരു വണക്കം. ബൈ.